കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് കാണാതായ ശശിയുടെ മൃതദേഹം കണ്ടെത്തി. സംഭവത്തിൽ ഡ്രെയിനേജ് നിർമ്മാണത്തിൽ കോർപ്പറേഷനും കോവൂർ പഞ്ചായത്തും കാണിച്ച അലംഭാവമാണ് ശശിയുടെ മരണത്തിനു കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പ്രദേശത്ത് ഡ്രെയിനേജ് നിർമ്മിച്ച് പൂർണ്ണമായും സ്ലാബിട്ട് കൈവരി നിർമ്മിക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണെന്ന് നാട്ടുകാർ പറയുന്നു. കനത്ത മഴയെ തുടർന്ന് ഓട കരകവിഞ്ഞൊഴുകിയാണ് അപകടമുണ്ടായത്. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പ്രദേശത്ത് ഏറെ നേരം തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെയാണ് കോഴിക്കോട് കോവൂർ സ്വദേശിയായിട്ടുള്ള ശശി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന സമയത്ത് വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് വഴുതി തൊട്ടടുത്തുള്ള കാനയിലേക്ക് വീഴുകയും അദ്ദേഹം ഒരു 1.5 കിലോമീറ്ററോളം ആ കാനയിൽ കൂടെ തന്നെ ഒഴുകിപ്പോയി മറ്റൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കിട്ടുകയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഒരു വിവാദം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം അദ്ദേഹം ശശി എന്ന് പറയുന്ന വ്യക്തി വീണ സ്ഥലം, അതായത് കോവൂർ പഞ്ചായത്തിൽ അദ്ദേഹം ഇരുന്ന വെയിറ്റിംഗ് ഷെഡ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയത് കോർപ്പറേഷൻ തൊട്ട് മുട്ടിയിട്ടുള്ള ഒളവണ്ണ പഞ്ചായത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിലും സ്ലാബ് ഇടുന്നതിലും അധികൃതർക്ക് കൃത്യമായിട്ടുള്ള ഒരു അനാസ്ഥ പറ്റി എന്നൊരു കാര്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. അതായത് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലത്തെങ്കിലും സ്ലാബ് ഇട്ടിട്ടുണ്ട്. ഡ്രൈനേജ് പൂർണ്ണമായിട്ടും കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ ഡ്രൈനേജ് പൂർണ്ണമായിട്ടുമുണ്ട്. സ്ലാബ് ചില സ്ഥലങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ശശി എന്ന് പറയുന്ന വ്യക്തി വീണ സ്ഥലത്ത്, അതായത് വെയിറ്റിംഗ് ഷെഡാണ്, വെയിറ്റിംഗ് ഷെഡിന്റെ അടിയിൽ കൂടിയാണ് ഈ ഓട പോകുന്നത്. ആ ഭാഗത്ത് സ്ലാബ് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒളവണ്ണ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഡ്രൈനേജും കെട്ടിയിട്ടില്ല, സ്ലാബും ഇട്ടിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. കോർപ്പറേഷനും ഒളവണ്ണ പഞ്ചായത്തും തമ്മിലുള്ള ഒരു തർക്കം ഒരു വ്യക്തി മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നാട്ടുകാരെന്ന നിലയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ഈ ഒരു ഭൂപ്രകൃതി വെച്ചങ്ങാണ്ട് മെഡിക്കൽ കോളേജിന് അവിടെ പെയ്യുന്ന വെള്ളം തൊട്ട് ചേവായൂർ അവിടെ പെയ്യുന്ന വെള്ളം വരെ വരുന്ന ഈ ഒരു വഴിക്കാം. അപ്പോൾ ഈ റോഡിൽ കോവൂർ അവിടെ നിന്നും കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ കോവൂർ അമ്പലത്തിൻ്റെ അവിടെ ഒന്നും ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. അവിടെയൊക്കെ ഒരു ചെറിയ മഴ പെയ്തിട്ടുണ്ട് വെച്ചാൽ തന്നെ റോട്ടുമല്ല വെള്ളം. അതുപോലെ അവിടുന്ന് കുറച്ചും കൂടെ താഴോട്ട് വന്ന് കളരി അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അവിടെ രാത്രി മഴ പെയ്ത് കഴിഞ്ഞിട്ട് റോഡ് ഏതാ തോടേതാന്ന് അറിയില്ല. ശരിക്കും ഇവിടെ പ്രോപ്പർ 2 സൈഡിലും ഡ്രെയിനേജ് വരണം, നല്ല ഡ്രെയിനേജ് വരണം. എന്നുവെച്ചാൽ അത്രയും വെള്ളം വരാനുള്ള ആ വെള്ളം വരുന്ന സമയത്ത് അത് ഇങ്ങോട്ട് എത്തിക്കാനുള്ള വെള്ളം വരണം. പിന്നെ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കറിയാം പാലായി ഭാഗം, ആ ഭാഗം വെള്ളത്തിൻ്റെ അടിയിലാണ്. അവിടെ ഒന്നും പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ല എന്നുള്ളത് തന്നെ. ഇതിപ്പോൾ കോർപ്പറേഷൻ 45 കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. അവരുടെ അനാസ്ഥ തന്നെ, ഉളുപ്പുണ്ടോയെന്ന് തന്നെ ചോദിച്ചു പോകണം. അതാണ് സ്ഥിതി. ഇപ്പോൾ ഈ ഡ്രെയിനേജ് കെട്ടി അതിൻ്റെ മുകളിൽ പൂർണ്ണമായിട്ട് സ്ലാബ് ഇടണം എന്നാണ് പറയുന്നത്. 2 സൈഡും പ്രോപ്പർ ഡ്രെയിനേജും വരണം. അതിന് 2 സൈഡും ഡ്രെയിനേജും വരണം. അത് കഴിഞ്ഞിട്ട് സ്ലാബ് ഇട്ട് കൈവരിയും എല്ലാം വെച്ച് നല്ലതാക്കണം. എന്നുവെച്ചാൽ അതാണ് മനുഷ്യന് ജീവിക്കണ്ടേ, അതാണ് അവിടുത്തെ അവസ്ഥ. കോർപ്പറേഷന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ഡ്രൈനേജും ഉണ്ട്, സ്ലാബും ഉണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചില നാട്ടുകാരുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവർ ഭൂമി കൊടുക്കാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു. ഗവൺമെന്റിന് എടുക്കാൻ പറ്റാത്ത ഭൂമി ഉണ്ടോ? ഓൾക്ക് വേണം ചോദിച്ചിട്ടുണ്ട് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എന്ത് വികസനം വരികയാണെന്ന് വെച്ചാലും ആൾക്കാർ ആരും എതിരല്ല. ഇപ്പോൾ ഹൈവേ വന്ന സമയത്ത് പണ്ടൊക്കെ പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാർ എന്തുകൊണ്ട് ഇപ്പോൾ കൊടുത്ത് ഇപ്പോൾ 60-70 വന്നില്ലേ? അപ്പോൾ അത് ഗവൺമെന്റിന് പറ്റായി ഒന്നുമില്ല. പക്ഷെ വേണം നിൽക്കൂല. അതിപ്പോൾ ഒരാൾ മരിക്കേണ്ടി വന്ന്, അതേ ഉള്ളൂ. നാട്ടുകാർ അതാണ് പറയുന്നത്. ജനങ്ങളുടെയൊക്കെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ മറികടക്കാനുള്ള ശേഷി ഗവൺമെന്റിനുണ്ട്, സർക്കാരിനുണ്ട്. അവർ അത് ചെയ്യണമെന്നൊരു കാര്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത്. കാരണം ഇത്തരത്തിലൊരു 100 മീറ്ററോളം മാത്രമാണ് ഇനി ഡ്രൈനേജ് നിർമ്മിക്കാൻ ബാക്കിയുള്ളത്. കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഡ്രൈനേജ് നിർമ്മിക്കാനും സ്ലാബ് ഇടാനും ബാക്കിയുണ്ട് എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് എന്ന് പറയുന്നു. അവർ പറയുന്നത് പ്രോപ്പറായിട്ട് ഡ്രൈനേജ് കെട്ടണം, അതിന് മുകളിൽ സ്ലാബ് ഇടണം, 2 വശങ്ങളിലും കൈവരി കെട്ടണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കുകയുള്ളൂ എന്നൊരു വിമർശനം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. സർക്കാർ അടിയന്തരമായി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് ഇവരുടെ ആവശ്യം.